നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. റെസ്റ്റോറൻറ്റ് ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അതിൻ്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്യാവുന്ന വൈഫൈ ത്രൂ കണക്ട് ചെയ്യാവുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, യാനി ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഈ മെനു, അതിൻ്റെ അതേ സെയിം മെനു തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തൊക്കെ അപ്ഡേറ്റ് ആകും. ഇതിൽ കൂടി നമുക്ക് വെയിറ്റേഴ്സിനെല്ലാം ഓർഡർ എടുക്കാം. നമ്മുടെ ടേബിളിൽ കൂടി ചെന്ന് ഓർഡർ എടുക്കാം. മൾട്ടിപ്പിൾ വെയിറ്റേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നിലധികം വെയിറ്റേഴ്സിനെ നമുക്ക് ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇൻ്റർഫേസ്. യാനി വളരെ ഈസി ആയിട്ട്, അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സംഗതികളുണ്ടല്ലോ, ഈ ഇടത് സൈഡിൽ കാണുന്ന സംഗതികളെല്ലാം മെയിൻ മെനൂസാണ്. നമ്മൾ അതിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ചപ്പാത്തിയിൽ ഏതൊക്കെയുണ്ട്, ഈ ചൈനീസിൽ ഏതൊക്കെയുണ്ട്, പിസ്സയിൽ ഏതൊക്കെയുണ്ട്, പിസ്സയിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്രയും പിസ്സേഴ്സ് ഉണ്ട്, ബിവറേജസിൽ ഏതൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ ബിവറേജസ് ഇത്രയും ബിവറേജസ് ഐറ്റംസ് ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഓരോ മെയിൻ, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതില്ല, ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഇഡ്ഡലി, ദോശ, വട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, മസാല ദോശ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു മെയിൻ മെനൂസിനകത്തില്ല. അപ്പോൾ നമുക്ക് സബ് മെനൂസ് ഇങ്ങനെ കിട്ടും. ബില്ലടിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ബിവറേജസ് എടുത്തു, കൊക്കക്കോള, ഹണി. ഇപ്പോൾ ടേബിൾ ബുക്കിങ്ങിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് ബില്ലുകൾ ചെയ്യാം. ടേബിൾ ബുക്കിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ 2-3 ഐറ്റം ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റുകൾ ഇവിടെ ആഡ് ആകും. നമ്മളിവിടെ ഈ സേവ് ആൻഡ് പ്രിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ പ്രിൻറ്റ് കിട്ടും. കണ്ടോ, KOT പ്രിൻ്റായി പ്ലസ് ബില്ലും പ്രിൻ്റായി. അപ്പോൾ ഈ KOT എന്താണ്? കിച്ചണിലേക്ക് പോകാനുള്ളൊരു പ്രിൻ്റാണ് ഇത്. KOT ഇത് ബില്ല്. അപ്പോൾ ഇത് എക്സ്പ്രസ് ബില്ലിങ്ങിലാണ് ഇത് പ്രിൻ്റായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാസ്റ്റ് ബില്ലിംഗ് സിസ്റ്റം? എന്താണ് ഈ ഫാസ്റ്റ് ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ 2-3 ഓപ്ഷൻസ് ഉള്ളൂ. ഒന്ന് കൗണ്ടറിൽ വന്ന് നേരെ പൈസ അടച്ചു, കസ്റ്റമറോടൊപ്പം നിന്ന് മേടിച്ചു, പാഴ്സൽ മേടിച്ചു പോയി, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് ബേസിക്കലി ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും, റിപ്പീറ്റഡ് ഓർഡർ എടുക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ബേസിക്കലി വെയിറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റർ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ടേബിൾ ബുക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മെസ്സേജ് വരും, പ്ലീസ് സെലക്ട് ദ ടേബിൾ എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് ടേബിളിലാണ് ആ കസ്റ്റമർ വന്നിരുന്നത്? അപ്പോൾ നമുക്കിവിടെ ടേബിൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടേബിൾസ്. നമ്മൾ ടേബിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ആ ടേബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം വേക്കൻ്റ് ആണ്, ടേബിൾ കാലിയാണ്, ആർക്കും വേണമെങ്കിലും പുതുതായിട്ട് വന്നിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു T10 എന്ന് പറഞ്ഞൊരു ടേബിൾ എടുക്കുക, ടേബിൾ നമ്പർ 10. ഈ ടേബിൾ നമ്പർ 10-ൽ നമ്മുടെ ഈ വെയിറ്റർ മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ട് ചെല്ലുന്നു. അപ്പോൾ ഈ നമുക്കിവിടെ സെലക്ട് ടേബിൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ടേബിൾ സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ റെഡ് കളറിൽ അതേ സെയിം ഡേറ്റ തന്നെ ഇവിടെയും കിട്ടും നമുക്ക്. അപ്പോൾ T50 എന്ന് പറയുന്നത് ഇതൊക്കെ ഒക്കുപ്പേടാണ്, കണ്ടോ? അപ്പോൾ T10 നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ടേബിൾ നമ്പർ 10 സെലക്ട് ചെയ്ത് ഞാൻ, അപ്പോൾ 10 സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഒന്നോ രണ്ടോ ഫുഡ് ഓർഡർ ചെയ്യാം. 2 ഫുഡ് ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ പ്ലേസ് ദ ഓർഡർ. യാനി നമ്മുടെ വെയിറ്റർ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കിച്ചണിൽ KOT പ്രിൻ്റായി. ഓട്ടോമാറ്റിക്കലി ഇവിടെ റെഡ് കളറായി. ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ T10 റെഡ് കളറായി. നമുക്കുണ്ടോ, കിച്ചണിൽ മാത്രമേ KOT പ്രിൻ്റ് വന്നുള്ളൂ, ബില്ല് വന്നിട്ടേ ഇല്ല, കണ്ടല്ലോ. അപ്പം നമുക്ക് രണ്ടാമത് നോക്കാൻ നേരത്ത് സെലക്ട് ദ ടേബിൾ എടുക്കാൻ കണ്ടോ, T10 ഇവിടെയും നമുക്ക് റെഡ് കളറിൽ കാണാൻ സാധിക്കും, കണ്ടില്ലേ? അപ്പം ആ കസ്റ്റമർ അവിടെ ഒക്യുപ്പൈഡായി. ഇവിടെ നമുക്ക് ആ എമൗണ്ട് കാണാൻ സാധിക്കും, കൃത്യമായിട്ട് എത്ര എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമതും ഈ കസ്റ്റമർ ഇപ്പോൾ ഈ ടേബിൾ വന്നിട്ട് സെലക്ട് ചെയ്തു, ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ ഒരു ഓർഡർ എടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുള്ളിക്ക് ഈ ലസ്സി വേണം, ലസ്സിയുടെ ഒരു ഓർഡർ സെൻഡ് ചെയ്തു. അപ്പം മൊത്തം 3 ഐറ്റംസ് ഇപ്പോൾ ഓർഡറായി. ഇതും KOT മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ, കണ്ടില്ലേ? KOT മാത്രമേ ഇത് പ്രിൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കസ്റ്റമർ ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, T10 എന്നുള്ളത് റെഡ് കളറിലാണ് ഇരിക്കുന്നത്, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. T10 എന്നുള്ളത്, ടേബിൾ നമ്പർ 10 എന്നുള്ളത് റെഡ് കളറിലാണ്, കണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഈ കസ്റ്റമർ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു, വെക്കേറ്റ് ചെയ്ത് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ബില്ല് അടിച്ചു കൊടുക്കണം, ഫൈനൽ ബില്ല്. അപ്പോൾ ടേബിൾ ബില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ടേബിൾ ബില്ലിംഗ് സെലക്ട് ചെയ്യുമ്പോൾ T10 ഇവിടെ കാണാൻ സാധിക്കും, T10. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ ആദ്യം എങ്ങനെയാണ് ബില്ലടിച്ച് ഒരു ബുക്കിനകത്താക്കി കസ്റ്റമറുടെ ടേബിളിലേക്ക് കൊണ്ടുവെക്കും. അപ്പോൾ കസ്റ്റമർ കുറച്ച് പൈസ എടുത്ത് അതിനകത്ത് വയ്ക്കും, തിരിച്ചു കൊണ്ടുത്തരും, റൈറ്റ്?
അപ്പോൾ അതാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ T10 എന്നുള്ള ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം കഴിച്ച ഫുഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ താഴത്ത് വന്നു കഴിഞ്ഞു. നമ്മളിവിടെ ജസ്റ്റ് സേവ് ആൻഡ് പ്രിൻ്റ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അല്ലെങ്കിൽ കീബോർഡിൽ F10 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബില്ല് പ്രിൻ്റ് വരും. കണ്ടില്ലേ, ബില്ല് പ്രിൻ്റ് വന്നു. ഈ ബില്ലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കസ്റ്റമറിൻ്റെ ടേബിളെ കൊണ്ടുപോയി ഒരു ബുക്കിനകത്താക്കി. അപ്പോൾ കസ്റ്റമർ നോക്കുമോ 278 രൂപ, ഉടനെ ഒരു 500 എടുത്തതിനകത്ത് വരും, തിരിച്ചു കൊടുത്തേക്കും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ T10 ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുക. കാരണം എന്താ, ഇത് അൺപെയ്ഡ് ബില്ലാണ് കിടക്കുന്നത്. അൺപെയ്ഡ്, അതായത് പൈസ തന്നിട്ടില്ല, ബില്ലടിച്ച് ഫൈനൽ ബില്ലടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അൺപെയ്ഡ് ബില്ല് എങ്ങനെ ക്ലിയർ ചെയ്യാം നോക്കൂ. ഇവിടെ അൺപെയ്ഡ് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന T10. അപ്പം നമുക്കിവിടെ പൈസ തന്നു, പൈസ കൃത്യം പൈസ തന്നെങ്കിൽ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ ഇതിൽ കുത്തി കഴിഞ്ഞാൽ ഈ പൈസ തന്നെ ഇവിടെ ആഡ് ആയിക്കോളും. കണ്ടില്ലേ, അഥവാ ഒരു 500 രൂപയുടെ ക്യാഷോ തരുന്നത് ഒരു 500 രൂപ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബാലൻസ് എത്ര കൊടുക്കണം, ഈ എമൗണ്ട് ഇവിടെ വരും. എത്ര രൂപ ചേഞ്ച് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അപ്ഡേറ്റ് ആൻഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പിന്നെ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ആൻഡ് പ്രിൻറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ പിന്നെ വരും ഇതല്ലേ, അപ്ഡേറ്റ് ആൻഡ് പ്രിൻറ്റ്. ഇതാണ് ഫൈനൽ ബിൽ. അപ്പോൾ ആ ബാലൻസ് ചേഞ്ചും കാര്യങ്ങളും എല്ലാം ഇതിൽ വരും. നമുക്ക് എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടത്, പിന്നെ എത്ര രൂപ ടോട്ടൽ തന്നിട്ടുണ്ട്, 500 രൂപ ക്യാഷ് തന്നു കേട്ടോ. ചേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. 500 രൂപ തന്നിട്ടുണ്ട്, 222 രൂപ ചേഞ്ച്. വളരെ വ്യക്തമായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ടേബിൾ ഇപ്പോൾ വേക്കൻ്റ് ആയില്ലേ. അപ്പോൾ വേക്കൻ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം, നമുക്ക് ഈ ടേബിൾ ഒന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. T10 ഇപ്പോൾ പച്ച കളറായി, കണ്ടില്ലേ. ടേബിൾ നമ്പർ 10 ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബില്ലടിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പച്ച കളറായി പോകും. നമുക്ക് ഇവിടെ പച്ച കളറായാൽ നോക്കാമല്ലോ. ടേബിൾ നമുക്കിവിടെ ടേബിൾസിൽ സെലക്ട് ചെയ്യാം. F7 എന്നുള്ളത് സെലക്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ T10 എന്നുള്ളത് പച്ച കളറായി. എന്നുവെച്ചാൽ ആ കസ്റ്റമർ ഭക്ഷണം കഴിച്ചു, പുള്ളി വെക്കേറ്റായി പോയി. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും ബില്ല് ചെയ്യാനും പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈവൻ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെയിറ്റേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്കൊന്ന് കയറാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളല്ലേ നമ്മൾ ബില്ല് ചെയ്ത് കണ്ടത്. നമുക്കിനി കുറച്ച് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് നോക്കിയാലോ. ആഡ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ കൂടി എല്ലാ മെനു കൂടി ഒറ്റയടിക്ക് നമുക്ക് ആഡ് ചെയ്യാം. 2 ഓപ്ഷനുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് കൺട്രോൾ പാനലിലേക്ക് വന്നു, അതിൻ്റെ ബാക്ക് ഓഫീസ്. അപ്പോൾ ഈ കൺട്രോൾ പാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബട്ടൺസുകൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്, നടുക്കൊരു വലിയ പടമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ആദ്യം പറയേണ്ട സംഗതിയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് റെസ്റ്റോറൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനോട് ഇട്ട് കൊടുക്കുക. റെസ്റ്റോറൻറ്റ് ഇൻഫോയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും നാളുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഫോൺ നമ്പരും ഒക്കെ. അതിനുശേഷം നമുക്ക് സെറ്റിങ്സിൽ പോയി പ്രിൻ്ററുകളൊക്കെ കണക്ട് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ടെർമിനൽ സെറ്റിങ്സിൽ ഏത് പ്രിൻ്ററാണെന്നുള്ളതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എപ്സൻ്റെ പ്രിൻ്ററൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തേ. കിച്ചണിൽ പോയിട്ട് നമുക്ക് കിച്ചണൊക്കെ ആഡ് ചെയ്യാം, എത്ര കിച്ചണുണ്ട്. കാറ്റഗറീസിൽ പോയിട്ട് മെയിൻ കാറ്റഗറീസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റിൽ മെയിൻ കാറ്റഗറീസ് ഇവിടെ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം. GST ഇട്ടാൽ മാത്രമേ GST ബില്ലിൽ വരുള്ളൂ. GST ഇട്ടില്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 2 ഓപ്ഷനിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത നമുക്ക് ടേബിൾസ്, ഒരുപാട് ടേബിളുകളുണ്ടല്ലോ. നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നോ, കുറേയധികം ടേബിളുകൾ പച്ചയും ചുമലയും കളറിലെ. അപ്പോൾ നമുക്ക് കുറച്ച് ടേബിളുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനി അടുത്താണ് മെനു ഐറ്റംസ്. നമ്മളിവിടെ എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് മെനു ഐറ്റംസ്. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത് മെയിൻ കാറ്റഗറീസിലാണ്. ബിവറേജസിനകത്ത് തന്നെ ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോവാം. ഞാനിപ്പോൾ ഒന്നുകൂടി ഫ്രണ്ട് ഓഫീസ് കാണിച്ചു തരാം. ഈ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ബിവറേജസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ബിവറേജസിൽ കൊക്കക്കോളയുണ്ട്, പിന്നെ ലൈം വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. ലൈം വാട്ടർ. ഓക്കെ, നമുക്ക് ലൈം വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കണ്ടുകളയാം. നമ്മളിപ്പോൾ മെനു ഐറ്റംസ് ക്ലിക്ക് ചെയ്തു, മെനു ഐറ്റംസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ലൈം വാട്ടർ കിട്ടും. ലൈം ജ്യൂസ്, ലൈം ജ്യൂസ് എന്നിടാം. ലൈം ജ്യൂസ് തന്നെ ഇടാം. നമ്മളെ ക്യാമറാമാനും പറഞ്ഞ് ലൈം വാട്ടർ ഉണ്ട്, ലൈം ജ്യൂസ് എന്ന് പറഞ്ഞ് ലൈം ജ്യൂസ്. അപ്പോൾ ബിവറേജസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ബിവറേജസ് സെലക്ട് ചെയ്താൽ മാത്രമേ ആ ബിവറേജസിലേക്ക് പോയി കിടക്കുകയുള്ളൂ. നമുക്ക് ഒരുപാട് എല്ലാ കാറ്റഗറിയും ഇവിടെ വരും. പിസ്സയിൽ സെലക്ട് ചെയ്താൽ പിസ്സയുടെ അതിനകത്ത് പോയി കിടക്കും. അപ്പോൾ നമുക്ക് ബിവറേജസ് സെലക്ട് ചെയ്തു, കിച്ചൺ സെലക്ട് ചെയ്തു.
റേറ്റ് ഫോർ എക്സാമ്പിൾ 50 രൂപ, AC-ലിരുന്ന് കഴിച്ചാൽ 60 രൂപയാണ്, ഹോം ഡെലിവറിക്ക് 90 രൂപയാണ്, മാറ്റി മാറ്റി ഇടാം. ടേക്ക് അവേ ആണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറച്ച് കൊടുക്കാം, അല്ല കുറച്ചുകൂടി പൈസ കൂട്ടിയിടാം, നമുക്ക് 55 രൂപ ഇടാം. സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള ഇതിനൊക്കെ അങ്ങനെ ഇടാം, ഒരു 45 സൊമാറ്റോ. അപ്പോൾ ഈ സ്വിഗ്ഗി സൊമാറ്റോയ്ക്കൊക്കെ എല്ലാം റിപ്പോർട്ടിങ് അല്ലെങ്കിൽ വേറെ വേറെ കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ടതുണ്ട്. പിന്നെ ഈ ബട്ടൺസിൻ്റെ കളർ എന്താണ്, സെലക്ട് ദ ബട്ടൺ കളർ. അപ്പോൾ ഈ ബട്ടൻ്റെ കളറൊന്ന് സെലക്ട് ചെയ്തു കണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. ഒരു പുതിയ പ്രോഡക്റ്റ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് സേവ് ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് മറ്റേ സ്ക്രീൻ എടുക്കുക, സെയിൽസ് സ്ക്രീൻ. ബിവറേജ് എടുക്കുമ്പോൾ കണ്ടോ നമുക്കിവിടെ ഒരു പ്രോഡക്റ്റ് കൂടി എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് ലൈം ജ്യൂസ്. നമ്മളിവിടെ കണ്ടല്ലേ ഇതിൻ്റെ ലൈം ജ്യൂസ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രോഡക്റ്റാണ്. നമുക്കിപ്പോൾ ഫാസ്റ്റ് എല്ലാ മെനുവിലും അത് കിട്ടും. ലൈം ജ്യൂസ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു. നമ്മൾക്കിപ്പോൾ സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കാം, ഇമ്മീഡിയറ്റ് ആയിട്ട് ബില്ലടിക്കാം. ലൈം ജ്യൂസ് ആഡ് ചെയ്യുക, ബില്ലടിക്കാം. കണ്ടോ KOT പ്രിൻ്റായി കണ്ടോ. നമുക്കിവിടെ കാണാൻ സാധിക്കും ലൈം ജ്യൂസ് കണ്ടല്ലേ, അതിൻ്റെ KOT വന്നു, ലൈം ജ്യൂസ് വന്നു. എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ബില്ല് ചെയ്യാനും ഇതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ബാക്ക് ഓഫീസിൽ ചെന്നിട്ട് ഇവിടെ POS റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. POS റിപ്പോർട്ട്സ് എടുക്കുക, ഡേറ്റുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. വ്യൂ റിപ്പോർട്ട്, ഓവറോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട്സ് എടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണ്ടല്ലോ കാറ്റഗറി വൈസ് ഇന്നത്തെ സെയിൽസുകൾ എത്രയാണ്, സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് വല്ലതും വിട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഡൈനിങ്ങിൽ എത്ര വിട്ടിട്ടുണ്ട് കേട്ടോ, കാറ്റഗറി വൈസ് അത് കിട്ടും കേട്ടോ. നമ്മുടെ ലസ്സി ലൈം ജ്യൂസ് ഒരെണ്ണം വിട്ടിട്ടുണ്ട് ഈ പ്രൈസിന് കണ്ടോ. അങ്ങനെയുള്ള കൃത്യമായ ഒരു അന്നത്തെ സെയിൽസ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് റെസ്റ്റോറൻറ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫോർ വെയിറ്റേഴ്സിനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിളിക്കുക 8078311945 അല്ലെങ്കിൽ 8606093110. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.